താമരശ്ശേരി ചുരം അതല്ലേ നമ്മൾ പഴനി കാണാൻ വഴി പഴനി അതാണ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ദുബായിൽ പോയ വിശേഷമാണ് കേട്ടോ. അന്ന് ഞങ്ങൾ അല്ലൈനുള്ള ജബൽ ലഫീത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയതാണ്. ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ അത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അതൊരു സങ്കടമല്ലേ. പിന്നെ സ്കൂളൊക്കെ തുറന്നപ്പോൾ ഭയങ്കര ബിസിയായി, അതേ ഞാൻ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് കഞ്ഞത്തപ്പ എന്ന് പറയും ബാബുക്കാൻ്റെ എളാപ്പാൻ്റെ മകനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കാക്കാൻ്റെ ഷോപ്പിൽ കയറിയപ്പോൾ കാക്ക ഞങ്ങളെ കണ്ടപ്പോൾ ആകെ എക്സൈറ്റഡ് ആയി. പിന്നെ ആ ഷോപ്പിൽ നിന്ന് ഒരുപാട് മിഠായും ചിപ്സും ജ്യൂസും ഒക്കെ എടുത്തു തന്നെ. ഞങ്ങളിങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞപ്പം അവിടുന്ന് കഴിച്ചാൽ മതി, വണ്ടിയിൽ നിന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ ഞങ്ങളെ കയ്യിൽ തന്ന്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ 5 മണിക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും രാത്രിയായിട്ടുണ്ട്. നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷേ ഞങ്ങൾ തട്ടിമുട്ടി റെഡിയായി വന്നപ്പോഴേക്കും 5 മണിയായിട്ടുണ്ട്. നേരത്തെ വരികയാണെങ്കിൽ മോർണിംഗ് വ്യൂ കാണാമായിരുന്നു. ഇപ്പം നൈറ്റ് വ്യൂ, അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ലൈറ്റൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഞാൻ താഴെ ആ ലൈറ്റ് സ്റ്റാർട്ടിങ്ങിന് പിന്നെ മുകളിലുള്ള അതുവരെ, അപ്പോൾ ആ നമ്മൾ പുറത്തുനിന്നുള്ള വ്യൂ കാണാനാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. പിന്നെ ഞങ്ങൾ കേരള തുടങ്ങിയിരിക്കണം കേട്ടോ. അതിപ്പോൾ നമ്മൾ വയനാട്ടൊക്കെ പോകുമ്പോഴുള്ള ചുരം കയറണില്ലേ, അതേപോലെ വേണം നമ്മൾ കയറുന്നത്. ആ വ്യൂ പോയിൻ്റ് എത്തിയാൽ നല്ല ഭംഗിയാണ് അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കൊണ്ടുപോയിരുന്നു കേട്ടോ, ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ എത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇക്കാക്ക തന്ന കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ കഴിച്ചു. ഹലോ ഹലോ ഗൈസ്, ഞാൻ ഇന്നെ കണ്ടില്ലാന്നറിയോ? അങ്ങോട്ട് നോക്കി സഭ്യമ്മക്ക് എല്ലാരും ലൈക്ക് ചെയ്യണം. പോയാ എങ്ങനെ പറയാ, എങ്ങനെയാണ് ലൈക്ക്? ഹലോ ഗൈസ്, ഇതൊക്കെ വർക്കൂട്ടാ. കാറ്റുണ്ടാ പിള്ളേർക്കൊക്കെ ഞാൻ വാരി കൊടുക്കാം. ഈ 2 ആളെ കഴിക്കണമെങ്കിലോ 2 പ്ലേറ്റിൽ 2 ബാബുകൾക്കും കൂടി കൊടുക്കാം. ഞാൻ കഴിക്കില്ല, കഴിച്ചോ? അച്ചാറ് പൊന്നിന്റെ അടുത്തുനിന്നാണ്, അതുകൊണ്ട് വാങ്ങിക്കൊണ്ട്. വർക്ക് എടുക്കുന്നുണ്ട് അവിടെ. വാരി കൊടുക്കണം. ചിക്കൻ പോയി എല്ലാരും വെള്ളം കുടിക്കാൻ പറയാം.
ഇത് ഞങ്ങൾ നിന്നിരുന്ന ഓപ്പോസിറ്റുള്ള സൈഡിലുള്ള വ്യൂ ആണ്. ഞങ്ങൾ വാഷ്റൂമിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ്. ഇവിടെ നല്ല കാറ്റാണ്. നമ്മൾ സംസാരിക്കാനൊന്നും പറഞ്ഞത് കേൾക്കൂല, അത്രക്ക് നല്ല കാറ്റാണ്. നമ്മൾ നല്ല ടോപ്പിലല്ല നിൽക്കുന്നത്. അതിൻ്റേതായ ഒരു ഫീല്, നല്ല തണുത്ത കാറ്റാണ്. ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി വന്നപ്പോഴേക്കും അവിടെ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു, ബാബുക്കൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ എത്തിയപ്പോഴേക്കും അത് കഴിഞ്ഞു. പുതിയ നെയിം സിമ്പിൾ ആയിട്ട് സുധരിക്കില്ല ട്രിപ്പാണ് മെയിൻ 22 ക്യാരറ്റ് ചെയിൻ പിള്ളേര് ചോദിക്കും എന്താണ് ചേട്ടന്റെ എയിം. നമ്മള് പള്ളിക്കൂട്ടം തൊട്ടേ പാട്ടവരമ്പത് പാട്ടും പാട്ടി നടന്നത്ര കാലം. പിന്നെ വീട്ടെടുത്തിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി തീ പിടിച്ചെന്റെ മൂട്ടിൽ മിനി നേരം കൊണ്ടൊരു മാതിരി കാട്ടടിച്ചപ്പോ കാട്ടുത്തി കമ്പി തിരിയിലാത്തിരി തീപ്പെട്ടി കൊണ്ട് തീ കൊട്ടിട്ടാലുല്ലാസ പൂത്തിരി ബച്ച മലയാളി പുരുഷ മുതലാളി മദ്യം മദ്യരാശി കൂളിംഗ് വാട്ടർ മെലന് എം ബ്യൂട്ടി ബഫൂണ് ए बॉडी कोलोन ए उन्नाल ये लाइफ सुकून नैटाना खाना गुलबार दिए तू होगी 1 to 2 ये what to do हो गई मुंडे दी पतंगा वारगी അങ്ങനെ ഞങ്ങൾ തിരിച്ച് ദുബായിലെത്തിയപ്പോഴേക്കും ടൈം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഒരു സാൻഡ്വിച്ചും ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.